ഭയങ്കര ബുദ്ധിമുട്ടി ഒരു ചവർവർക്കിയുടെ വേഷത്തിലേക്ക് കയറി ആ റോള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് ഒരു ആക്ട്രസ് എന്ന നിലയ്ക്ക്. ബിക്കോസ് അതിനും ഉപരി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിവാഹം കഴിക്കുമെന്നോ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നെ ആകെ കണ്ടുകൊണ്ടിരുന്നത് ഒരു വർക്കഹോളിക് ആക്ട്രസ് ആയിട്ടാണ്. അവിടുന്ന് ഈ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എന്നെ 3 മാസത്തെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിന് ശേഷം 21 ദിവസം ഒരു മുറിയിൽ ഫോണോ ബുക്സോ വ്യക്തികളോ ഒന്നുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒരു റൂമിൽ ഒറ്റയ്ക്ക് 21 ദിവസം ഇരിക്കുന്ന ഒരു റെജുവിനേഷൻ ഫേസ് ഉണ്ടായിരുന്നു ആയുർവേദത്തിൽ. ആ 21 ദിവസത്തെ ആ ഇരിപ്പിലാണ് എൻ്റെ ആദ്യത്തെ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡിൻ്റെ എൻറ്റയർ ഡൗൺലോഡ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അത് എഴുതിയിടാൻ പുസ്തകവും പേന പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ട് അങ്ങനെ ആ 21 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ 2020 എൻ്റെ ആദ്യത്തെ ബുക്ക് എഴുതുന്നത്. അതുപോലെ ആ ബുക്ക് എഴുതി ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ സ്പിരിച്വൽ ജേർണിയുടെ ഒരു കൾമിനേഷൻ ആണ്. അതിനൊരു ഓക്കെ ഒരു സ്ഥലം വരെ നമ്മൾ സ്പിരിച്വാലിറ്റി തിരിച്ചു കൊടുക്കണം എപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ നിന്ന് എനിക്കറിയാം. ബിക്കോസ് അത് നമ്മൾ സ്പിരിച്വലി ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വലി മാത്രമല്ല ഏതൊരു കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഷെയർ ചെയ്യാൻ തോന്നും. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയേ ഉള്ളൂ എൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഷെയറിങ് ഈ ബുക്കിലൂടെ കഴിയും. അത് എത്ര ആൾക്കാർ വായിക്കുന്നു ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാനൊരു ഓത്തർ ആവാൻ വേണ്ടി എഴുതിയ ബുക്കല്ല. പക്ഷെ ആ ബുക്കിന്റെ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തതോടുകൂടെ ആ വൈറാലിറ്റിയും ആ ചർച്ചകളും കണ്ടതോടുകൂടെ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഓൾറെഡി പോയി. ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത ആരോ ആണ്. ഈ ആരോ ഇനി എവിടെയൊക്കെ പോയി തട്ടും, എന്തിനൊക്കെ പോയി തട്ടും അറിയില്ല. ആ ആരോ പോയത് അന്ന് ആ ഇന്റർവ്യൂ മുതൽ ആ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡിന്റെ ലോഞ്ച് മുതൽ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രജക്ടറി മാറി. ആ ബുക്കിന്റെ റിലീസും ആ ഇന്റർവ്യൂ കാരണമുണ്ടായ വൈറാലിറ്റിയും എല്ലാം കൊണ്ടാണ് പ്രശാന്ത് ഏട്ടൻ എന്നെ കുറിച്ച് അറിയുന്നത് പോലും. അല്ലെങ്കിൽ ആക്ട്രസ് എന്ന് എനിക്കറിയാം, സ്പിരിറ്റിലൊക്കെ അഭിനയിച്ച ആക്ട്രസ് എന്നറിയാം. പക്ഷെ ആ ഇന്റർവ്യൂവിലെ വൈറാലിറ്റി കാരണമാണ് ശ്രദ്ധിച്ചത്. അപ്പൊ സ്പിരിച്വാലിറ്റിയിൽ ഞങ്ങൾ രണ്ടുപേരുടെ കാഴ്ചപ്പാട് സിമിലർ ആണല്ലോ എന്നൊക്കെ കണ്ടിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു വഴിത്തിരിവിലേക്ക് എത്തിയത്. ഈ ബുക്ക് ഇപ്പൊ എഴുതാൻ കാരണം ഞാൻ 43-ാമത്തെ വയസ്സിൽ എനിക്ക് മനസ്സിലായി, ഓ ഇതാണ് ഈ പെരിമെനോപോസ് എന്ന് പറയുന്ന സംഭവം. എളുപ്പമല്ല, ഒട്ടും എളുപ്പമില്ല. അപ്പൊ ഞാനിത് എങ്ങനെ നേരിടും എന്ന് പേഴ്സണലി നോക്കി. ഞാനൊരു പഠിപ്പിസ്റ്റാണ്. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ നേരിട്ടാലും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങും. അപ്പൊ ഓൾറെഡി ഞാൻ കുറേ നാളായിട്ട് ഇതിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എനിക്കറിയാം ഇങ്ങനൊരു സംഭവം വരും ലൈഫിൽ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ഇങ്ങനത്തെ ബുക്സും ഒക്കെ വായിക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ അമ്മ കടന്നുപോയ ആ കാലഘട്ടം എൻ്റെ മനസ്സിൽ വളരെ ക്ലിയർ ആണ്. വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ആ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകണ്ട ഒരിക്കലും എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് ബുക്സ് വായിക്കുകയും പോഡ്കാസ്റ്റ് കാണുകയും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ 43 വയസ്സായപ്പോഴാണ് ഓ ഇതാണ് അവർ പറയുന്ന അത് ഒട്ടും സുഖമില്ല, എല്ലാം തകർന്നു പറയുന്നു. ആദ്യം ഉറക്കം പോകുന്നു, വണ്ണം കൂടുന്നു, ഭയങ്കരമായിട്ട് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് ആ സമയത്ത് നിങ്ങൾക്കൊന്നും എന്നെ കാണേണ്ടി വന്നിട്ടില്ല. ഞാൻ US-ലായിരുന്നു. ഒരു വർഷം പ്രശാന്ത് ഏട്ടൻ്റെ നാസ ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങൾ US-ൽ പോയി. അവിടെ ആയിരുന്നു ആ സമയത്ത് എൻ്റെ ഫോട്ടോ കണ്ടാൽ ഞാൻ ഇതിനേക്കാളും 10 kgs ഹെവിയർ ആണ്. അപ്പൊ ആ 10 kgs കുറഞ്ഞതിൻ്റെ ഒക്കെ പേരിൽ എന്നെ ഹെൽപ്പ് ചെയ്ത 2 ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ ഗ്രിഗർ ആൻഡ് ഡോക്ടർ പ്രിയ. അവരിവിടെ കൊച്ചിയിൽ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സാണ്. അപ്പോൾ ഈ ബുക്കിൽ ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പെരിമെനോപോസൽ ഇഷ്യൂസിന് നമ്മുടെ ട്രഡീഷണൽ മെഡിസിനിൽ ഇതിന് ശരിക്കും പറഞ്ഞ ട്രീറ്റ്മെന്റ്സ് ഇല്ല. ബിക്കോസ് ഇതൊരു അസുഖമല്ല, അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ്സ് ഇല്ല. ഇത് വ്യക്തിപരമായിട്ട് ഓരോ സ്ത്രീയുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസിനനുസരിച്ച് അവരൊരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറിനെ കണ്ടാൽ അവർക്ക് ആ സ്ത്രീക്കുള്ള സപ്ലിമെന്റേഷനോ എന്താ വേണ്ടത്, സപ്പോർട്ട് എന്താ വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ പറ്റും.